വിശുദ്ധ അൽഫോൻസാമ്മയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമി. ഇവിടെ താമസിച്ചുകൊണ്ടാണ് അൽഫോൻസാമ്മ നിത്യവ്രത വാഗ്ദാനം സ്വീകരിച്ചത്. ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൽ വെച്ച് കാനോനിക നൊവിഷ്യേറ്റ് പൂർത്തിയാക്കുവാനായി അൽഫോൻസാമ്മ താമസിച്ചിരുന്ന മുറിയിൽ വെച്ചാണ് ചാവറ പിതാവ് പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയത്. ഈ മുറിയിലെത്തി പ്രാർത്ഥിച്ചാൽ ശാന്തി ലഭിക്കുമെന്നതിനാൽ വൃദ്ധസദനത്തിലെ അംഗങ്ങൾ ആരോഗ്യം പോലെ ഇവിടെ നടന്നെത്തുന്നു. ആശ്രയമില്ലാത്ത വാർദ്ധക്യത്തിന്റെ ആശ്വാസ കേന്ദ്രമായി 1888 ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ തുടക്കമിട്ട സ്ഥാപനമാണ് ഈ ജീവകാരുണ്യ ഭവനം. അനാഥ പൈതങ്ങളെയും ആരുമില്ലാത്ത രോഗികളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി 8 അമ്മമാരുമായി മാർ ചാൾസ് ലെവീഞ്ഞു മെത്രാൻ സ്ഥാപിച്ച അഗതി മന്ദിരം 127 വർഷം കൊണ്ട് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഡിസംബർ 14 ചങ്ങനാശ്ശേരി ആസ്പദമാക്കി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ സ്ഥാപിതമായി. അഭിവന്യ ചാൾസ് ലെവീഞ്ഞ് മെത്രാനാണ് ഈ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകൻ. നിങ്ങൾക്ക് അനാഥ പൈതങ്ങളെ സംരക്ഷിക്കാവോ, സാധുക്കളെ രോഗികളെ ശുശ്രൂഷിക്കാമോ എന്ന 2 ചോദ്യത്തിന് അഭിവന്യ പിതാവിന്റെ ഞങ്ങളുടെ സ്ഥാപക മാതാക്കൾ നൽകിയ ഉത്തരം എന്നവണ്ണവൺ സ്ഥാപിതമായ ഒരു സാധുജന സംരക്ഷണ കേന്ദ്രമാണ് സെന്റ് വിൻസെന്റ് പൂവർ ഹോം. ഞങ്ങളുടെ സ്ഥാപക മാതാക്കളായ 8 അമ്മമാർക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകിയത് അഭിവന്യ ചാൾസ് മെത്രാനോടൊപ്പം തന്നെ വാഴ്ത്തപ്പെട്ട പുത്തംപറമ്പിൽ തൊമ്മച്ചനാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടും തെരുവിലും ആളൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അലഞ്ഞു നടന്നവർക്ക് ആശ്വാസമായി ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സിന്റെ അഗതി മന്ദിരവും നിലകൊള്ളുന്നു. കടവും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും ജീവിതം വഴിമുട്ടിയപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച മത്തായിയെ പോലീസാണ് സെന്റ് വിൻസെന്റ് അഗതി മന്ദിരത്തിൽ എത്തിച്ചത്. സിസ്റ്റേഴ്സിന്റെ സ്നേഹപരിചരണത്തിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ട് 35 വർഷം പിന്നിടുമ്പോൾ പൂവത്തുങ്കൽ മത്തായിക്ക് വയസ്സ് 95. ഇത് കെട്ടുകഥയല്ല. ഇതിനേക്കാൾ ക്രൂരമായ അനുഭവങ്ങൾ വീട്ടുകാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നവർ വേറെയുമുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഴിയാത്ത വൃദ്ധരെയും ഇവിടെ കാണാം. സർക്കാർ നിയമമനുസരിച്ച് വൃദ്ധസമൂഹത്തിനും കിടപ്പ് രോഗികൾക്കും പ്രത്യേക ഭവനങ്ങൾ, പാലിയേറ്റീവ് കെയറും അഗതി മന്ദിരവും അൽഫോൻസാമ്മ സഹനം കൊണ്ട് മുത്തുവിളയിച്ച ചങ്ങനാശ്ശേരി ക്ലാരമഠത്തോട് ചേർത്താണ് പ്രവർത്തിക്കുന്നത്. 127 വർഷം മുമ്പ് ചങ്ങനാശ്ശേരി ആസ്ഥാനമാക്കി ആരംഭിച്ച ഈ അഗതി മന്ദിരത്തില് 8 അമ്മമാരോടൊപ്പം 9 അനാഥ പൈതങ്ങളും ഉണ്ടായിരുന്നു. സ്ഥാപക മാതാക്കൾക്ക് ദൈവദാസൻ പുത്തംപറമ്പിൽ തൊമ്മച്ചന്റെ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നിർലോഭമായി ലഭിച്ചിരുന്നു. ആദ്യകാലത്ത് അമ്മമാരും സാധുക്കളും ഒരുമിച്ച് ഒരു കൂരയിലാണ് താമസിച്ചിരുന്നത്. ഇവരുടെ അന്നത്തെ അപ്പത്തിനുള്ള വക ഭിക്ഷാടനത്തിലൂടെയാണ് ഞങ്ങളുടെ സ്ഥാപക മാതാക്കൾ കണ്ടെത്തിയിരുന്നത്. ചങ്ങനാശ്ശേരി ചന്തയിലെ വ്യാപാരികളും ഈ നാട്ടിലെ ഔദാര്യ മനസ്ഥിതിയുമുള്ള
ധാരാളം ആളുകളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഭിക്ഷാടനത്തിന്റെ പ്രത്യേകത ഓരോ ദിവസവും അന്നന്നേ അപ്പം മാത്രം എടുത്തിട്ട് ആദ്യത്തെ 25 സംവത്സരത്തോളം മിച്ചം വരുന്നത് മുഴുവൻ 2 അമ്മമാരുടെ നേതൃത്വത്തില് ചുറ്റുമുള്ള സാധുക്കൾക്കായി വിതരണം ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അഗതി മന്ദിരത്തിലെ അംഗങ്ങൾക്കുള്ള ആഹാരം ഭിക്ഷാടനത്തിലൂടെയാണ് കണ്ടെത്തിയിരുന്നത്. ഇവർക്ക് ചങ്ങനാശ്ശേരിയിലുള്ള നല്ലവരായ നാട്ടുകാരും കച്ചവടക്കാരും നൽകിയിരുന്ന ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടാണ് ഭക്ഷണം തയ്യാറാക്കി ഭക്ഷിച്ചിരുന്നത്. 8 അമ്മമാർ എല്ലാ ദിവസവും ഭിക്ഷാടനം നടത്തിയിരുന്നു. അന്നു വേണ്ട ആഹാരത്തിനുള്ളത് മാത്രം എടുക്കും. ബാക്കി വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ദരിദ്ര കുടുംബങ്ങൾക്ക് നൽകിയിരുന്നു. ഇന്ന് ഈ രീതിയില്ല. നല്ലവരായ ദൈവമക്കൾ നൽകുന്ന സ്നേഹവും സഹായവുമാണ് 53 പേരെ സംരക്ഷിച്ചു നിർത്തുന്നത്. 1944 വിൻസെന്റ് പോൾ സഖ്യവും രൂപത അധ്യക്ഷനായ കാളാശ്ശേരി മാർ ജെയിംസ് മെത്രാനും ചേർന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഒരു പ്രസ്ഥാനമായി ഉയർത്തി. അങ്ങനെ അഗതി മന്ദിരത്തിന് മാർ കുര്യാളശ്ശേരി മെമ്മോറിയൽ, വിൻസെന്റ് പോൾ അഗതി മന്ദിരം എന്ന പേരും നൽകി. അനാഥ കുട്ടികൾക്കായി പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെ കുട്ടികളുടെ ഭവനം സെന്റ് ജെർമെയിൻസ് ഓർഫനേജായി. ആയിരത്തി 1944 വിൻസെന്റ് പോൾ സഖ്യവും രൂപതാധ്യക്ഷനായ മാർ കാളാശ്ശേരി ജെയിംസ് മെത്രാനും ചേർന്നാണ് ക്ലാരമഠത്തിന്റെ ആതുര സേവനത്തെ ജീവകാരുണ്യ പ്രസ്ഥാനമായി ഉയർത്തി പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. വൃദ്ധസമൂഹത്തിനും കുട്ടികൾക്കും പ്രത്യേക താമസ സൗകര്യങ്ങൾ ഒരുക്കി. സമൂഹത്തിലെ സേവന തൽപരായ ആളുകളുടെ സഹകരണങ്ങൾ കൊണ്ട് ഈ സ്ഥാപനം കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തറവാട്ടമ്മയായി വളർന്നു. ഇന്ന് പൂർണ്ണമായും കിടപ്പിലായ 9 രോഗികൾ പാലിയേറ്റീവ് കെയറിലുണ്ട്. ഇവരുടെ മലമൂത്ര വിസർജനങ്ങൾ നീക്കം ചെയ്യുന്നതും കുളിപ്പിക്കുന്നതുമെല്ലാം സിസ്റ്റേഴ്സും 2 നഴ്സുമാരും കൂടിയാണ്. എല്ലാ ദിവസവും രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ നൽകുന്നത് ഡോക്ടറായ സിസ്റ്റർ ജെസേറ്റ FCCയുടെ നേതൃത്വത്തിലാണ്. നമ്മുടെ ഇവിടെയുള്ള രോഗികളിൽ അധികവും ഷുഗറും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഉള്ള ആൾക്കാരാണ്. അവരുടെ ട്രീറ്റ്മെൻറ്റ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എടുക്കേണ്ടവരുണ്ട്. അതൊക്കെ കൃത്യസമയത്തിന് കൊടുത്തുകൊണ്ടായിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ചിലപ്പോൾ കുറേ പേരെ പിടിച്ചുകൊണ്ട് പോകേണ്ടവർ കാണും. പിന്നെ ചിലപ്പോൾ ഇത് വെച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർ നടന്നുകൊണ്ട് പോകുന്നത്. പിന്നെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവിടെ സിസ്റ്റേഴ്സ് നോക്കിക്കൊണ്ടായിരിക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോവുക, പള്ളിയിൽ കൊണ്ടുപോവുക, മറ്റ് പിന്നെ ഭക്ഷണം കൊടുക്കാൻ. ഇവർ കുറേ പേരെ ഇവിടെ കൊണ്ടുവരും, മറ്റൊരു താഴെ പോയി കഴിക്കും. പ്രാർത്ഥനയോടു കൂടിയാണ് ഓരോ ദിവസത്തെയും തുടക്കം. മുറികളിൽ നിന്ന് ചാപ്പലിൽ എത്തുവാൻ കഴിയുന്നവരാണ് ചാപ്പലിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നു. വാർദ്ധക്യത്തിലെ മരവിപ്പിൽ മക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കിടപ്പ് രോഗികൾ. മനുഷ്യർ തന്നിലേക്കും തൻ്റേതായ ലോകത്തിലേക്കും മാത്രം തിരിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വിശാലമായ ഒരു ലോകമുണ്ടെന്നും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളെന്നും പഠിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ സ്വകാര്യതയ്ക്ക് പുറത്തും ഒരു ലോകമുണ്ടെന്ന ചിന്തയില്ലാത്തതാണ് ആശ്രയമില്ലാത്ത വാർദ്ധക്യത്തിൻ്റെ ലോകം
വലുതാക്കുന്നത്. രോഗികളായി ആരാരും സഹായത്തിനില്ലാതെ പട്ടിണി കിടന്ന് നരകിക്കുന്നവരിൽ ചെറിയൊരു ശതമാനത്തെ ക്ലാരമഠത്തിലെ സിസ്റ്റേഴ്സ് സംരക്ഷിക്കുന്നു. പ്രായത്തിൻ്റെതായ രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെയായിട്ട് തീരെ കിടപ്പിലായിട്ടുള്ള 9 രോഗികളാണ് ഇവിടെയുള്ളത്. ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് 5 മണിയോടുകൂടിയാണ്. 5 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവരെ ഉണർത്തി പല്ലൊക്കെ തേപ്പിച്ച് അത്യാവശ്യമായിട്ടുള്ള ശുചീകരണമൊക്കെ നടത്തിയിട്ട് കുർബാനയ്ക്കായിട്ട് ഒരുക്കി കിടത്തുന്നു. 6 മണിയാകുമ്പോൾ വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വിശുദ്ധ കുർബാന ഇവർക്ക് കൊണ്ട് കൊടുക്കുക, മൈക്കിലൂടെ കേൾക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അത് കഴിയുമ്പോൾ വിശുദ്ധ കുർബാന ഇവർക്ക് എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കും. പിന്നെ 7:45 ആകുമ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം. അത് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവരെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച്, മിക്കവാറും എല്ലാവരും തന്നെ വീൽ ചെയറിൽ ഇരിക്കുന്നവരാണ്, അവരെ എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിൽ ഇരുത്തി കുളിപ്പിച്ച് 12 മണി വരെ പുറത്ത് വരാന്തയിൽ എല്ലാവരെയും ഇരുത്തുന്നു. അതിനിടയ്ക്ക് 11 മണിയാകുമ്പോൾ ഇവരൊന്നിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ ഇവരെ കേൾപ്പിക്കും. നമ്മൾ ജീവിക്കുന്ന ലോകം ചെറുതല്ലെന്ന ചിന്തയിൽ മനസ്സിനെ വലുതാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകർ. സാർവത്രിക സാഹോദര്യം എന്ന വിശേഷണം സാത്വികമാക്കുന്ന അൽഫോൻസാമയുടെ പിൻഗാമികൾ. മാതാപിതാക്കളുടെയും മക്കളുടെയും സ്നേഹവാത്സല്യങ്ങൾ ഇവർ വൃദ്ധസമൂഹത്തിന് പകർന്നു നൽകുന്നു. പ്രായത്തിൻ്റെതായ ഓർമ്മക്കുറവുകളാൽ, രോഗങ്ങളാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയവരും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരും ഈ ഭവനത്തിലുണ്ട്. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരെ പെരുവഴിയിലേക്ക് തള്ളിയിടുന്ന അവസ്ഥ ദിനംപ്രതി കൂടി വരികയാണ്. ആദ്യകാലങ്ങളിൽ വൃദ്ധസദനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വൃദ്ധമന്ദിരങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. പോലീസും അംഗീകൃത സംഘടനകളും സഭാ നേതൃത്വവും കൊണ്ടുവരുന്ന വൃദ്ധസമൂഹത്തെയാണ് ഈ ഭവനം സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നത്. നാനാജാതി മതസ്ഥരായ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏതവസ്ഥയിലും കടന്നു വരുന്ന സഹോദരങ്ങളെ ഇവിടെ സ്വീകരിക്കാൻ ഇരു കരങ്ങളും നീട്ടി കാത്തിരിക്കുന്ന സഹോദരിമാരാണ് ഇവിടെ ശുശ്രൂഷാനിരതരായി നിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പ്രമുഖരും രൂപതയിലെ സംഘടനാ പ്രതിനിധികളുമൊക്കെ ഫോണിലൂടെയും അല്ലെങ്കിൽ നേരിട്ടുമൊക്കെ വന്ന് ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങളുമായി ബന്ധിപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ഇവിടെയുള്ള കിടക്കയുടെ എണ്ണമനുസരിച്ചാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ആഗ്രഹിക്കുന്ന ഈ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ചെറു സഹോദരങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. വാർദ്ധക്യകാല ജീവിതം കുടുംബത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണെന്ന് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരൻ പറഞ്ഞു. പ്രശ്നങ്ങൾ ഗുരുതരമായപ്പോൾ വീട് വിട്ടു, വഴിയിൽ അലഞ്ഞു നടന്നു, രോഗിയായി. അവസാനം പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് മാർ ജെയിംസ് കളാശ്ശേരി മെമ്മോറിയൽ സെന്റ് വിൻസെന്റ് പോൾ വൃദ്ധമന്ദിരത്തിൽ എത്തിച്ചു. ഇന്ന് ഇവിടെ വിശുദ്ധ അൽഫോൻസാമയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രശ്നങ്ങൾ കൊണ്ടും നോക്കാൻ ആളില്ലാതെയും റിട്ടയർമെന്റ് ജീവിതം പെരുവഴിയിലായവർ നിരവധിയുണ്ട്. ഇവരിൽ വളരെ ചെറിയൊരു സമൂഹം മാത്രമാണ് അഗതി മന്ദിരങ്ങളിൽ എത്തുന്നത്. സൗജന്യ സേവനം നൽകി വൃദ്ധസമൂഹത്തെ സംരക്ഷിക്കുന്ന ശരണാലയങ്ങളാണ് സഭയുടെ കീഴിലുള്ളത്. അൽഫോൻസാമയുടെ പ്രാർത്ഥനകളും ത്യാഗജീവിതവും മാതൃകയാക്കി ക്ലാരമഠത്തിലെ സിസ്റ്റേഴ്സ് രോഗികളായ വൃദ്ധസമൂഹത്തെ ശുശ്രൂഷിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ പാവന നാമത്താല് 2013 സെയിന്റ് അൽഫോൻസ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഇവിടെ സ്ഥാപിതമായത്. ഇവിടെയുള്ള അന്തേവാസികൾക്ക് മാത്രമല്ല, ഈ കോമ്പൗണ്ടിൽ ഉള്ള വിദ്യാർത്ഥികളും അന്തേവാസികളും സാധുക്കളും ഈ വഴി കടന്നു പോകുന്ന എല്ലാവരും മാധ്യസ്ഥത്തിനായി
തങ്ങളുടെ ജീവിതഭാരം ഇറക്കി വയ്ക്കുന്ന, ഒരുപാട് ആശ്വാസം നേടുന്ന ഒരു സങ്കേതമാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തിരുസ്വരൂപവും ഒരു ഗ്രോട്ടോയും. ഇടവിടാതെ ജനങ്ങള് ഇവിടെ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗം വളരെ ഹൃദയസ്പർശിയാണ്. വിശുദ്ധിയുടെ പാവന സാന്നിധ്യത്താല്, പ്രത്യേകിച്ച് സന്യാസ പരിശീലനത്തിന്റെ സുപ്രധാന കാലഘട്ടമായ നോഷ്യറ്റും അതേ തുടർന്ന് ആദ്യവ്രതവും നിത്യവ്രതവുമെല്ലാം സാക്ഷ്യം വഹിച്ച മഠവും ചാപ്പലും എല്ലാമാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള അന്തേവാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധയും അൽഫോൻസാമയാണ്. അൽഫോൻസാമയുടെ സാന്നിധ്യം, മാധ്യസ്ഥം ഇവിടെയുള്ള എല്ലാവർക്കും എപ്പോഴും സംലഭ്യമാണ്. സന്യാസിനി സമൂഹത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്കായി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് രോഗീ ശുശ്രൂഷകളിലൂടെ ദൈവത്തിന്റെ നല്ല വേലക്കാരായി ഇവർ സേവനം ചെയ്യുന്നു. ഇവിടെയുള്ള വൃദ്ധസമൂഹത്തിന് വേണ്ട ഭക്ഷണം ഇവർ തന്നെയാണ് തയ്യാറാക്കുന്നത്. ആരോഗ്യമുള്ള അമ്മച്ചിമാർ പാചകത്തിന് സഹായിക്കുന്നുണ്ട്. പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഇവർ പച്ചക്കറികളെല്ലാം അരിയുന്നതും പാകപ്പെടുത്തുന്നതും. ദൈവപരിപാലനയാൽ ആരംഭിച്ചതും ദൈവപരിപാലനയാൽ തുടർന്നു കൊണ്ടുപോകുന്നതുമായ ഈ ഭവനം അനുദിനവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ നേരിൽ കാണുന്നുണ്ട്. ദൈവം പരിപാലിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഈ ചെറു സഹോദരങ്ങൾക്ക് ആവശ്യാനുസരണ ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം അനുദിനവും നൽകുന്ന കാഴ്ചകൾ വിവാഹ അവസരങ്ങളിലും മരണ അടിയന്തര സന്ദർഭങ്ങളിലും ജന്മദിനാഘോഷവേളകളിലുമൊക്കെ സുമനസ്സുകളായ ധാരാളം സഹോദരങ്ങൾ അവർ വീട്ടിൽ നിന്നും ഭക്ഷണം ഇവിടെ എത്തിക്കാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാമ്പത്തിക സഹായം നൽകി ഇവർക്ക് വേണ്ട ഭക്ഷണം ക്രമീകരിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സാധിക്കുന്ന ഈ സഹോദരങ്ങള് തങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഒത്തൊരുമിച്ച് ശ്രമിക്കുകയും തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ചെറിയതോ വലുതോ ആയ ഈ കൃത്യനിർവഹണത്തിൽ ഒത്തൊരുമിച്ച് ശ്രമിച്ച് ഇവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. 60 കഴിഞ്ഞ ആളുകളുടെ സംരക്ഷണം വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് രോഗബാധിതരായി കിടക്കുന്നവരുടെ കാര്യം. പല വീടുകളിലും കിടപ്പ് രോഗികളെ സംരക്ഷിക്കാൻ ആളില്ല. ഇവർക്കായി പ്രത്യേക ഭവനങ്ങളുണ്ട്. എന്നാൽ അനാഥരായവരെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾ വളരെ കുറവാണ്. ഓർമ്മക്കുറവും ബുദ്ധിഭ്രമവും കാണിക്കുന്നവരെ സംരക്ഷിക്കാൻ ത്യാഗമുള്ളവർക്കേ സാധിക്കും. സർക്കാർ ശരണാലയങ്ങളിൽ കിടപ്പ് രോഗികളെ പ്രവേശിപ്പിക്കാറില്ല. എന്നാൽ രോഗങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവരെ ഇവിടെ പാർപ്പിച്ച് ചികിത്സകൾ നൽകുന്നു. ദിവസവും ഡോക്ടറും നഴ്സുമാരും എത്തി പരിശോധിക്കുന്നു. രോഗാവസ്ഥയനുസരിച്ചുള്ള ഭക്ഷണക്രമവും ഇവിടെയുണ്ട്. സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരമ്മയുടെ സ്നേഹത്തോടെ ഭക്ഷണം കോരിക്കൊടുക്കുന്നു. നല്ലവരായ മനസ്സുകളുടെ സഹായവും കാരുണ്യ പ്രവൃത്തികളുമാണ് ഈ സ്ഥാപനത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. ഇന്നാട്ടിലെ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ സഹോദരങ്ങളുടെ നിരന്തരമായ സഹായത്തിന് എന്നും ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനാനിരതരാകാറുണ്ട്. നന്ദിയോടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതോടൊപ്പം ഒരു വചനം കൂടി ഞാൻ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് അന്ത്യവിധിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗത്തില് ഈശോ പ്രത്യേക ഊന്നൽ കൊടുക്കുന്നൊരു വചനമുണ്ട്. എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ സ്ഥാപനം
ഒത്തിരിയേറെ സഹോദരങ്ങൾക്ക് ഒരു അഭയസ്ഥാനമാകുവാൻ ഇനിയും നിരന്തര സഹായങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളുടെ കൈമാറ്റങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സെന്റ് അൽഫോൻസ് അമ്മ പാലിയേറ്റീവ് കെയറിലെയും വൃദ്ധമന്ദിരത്തിലെയും ജോലികളെല്ലാം എല്ലാവരും ചേർന്നാണ് നോക്കുന്നത്. വിനോദമെന്ന നിലയിൽ പുഷ്പച്ചെടി പരിപാലനവും നല്ല ഭക്ഷണമെന്ന ആശയത്തിൽ പച്ചക്കറിത്തോട്ടവുമുണ്ട്. അധ്വാനഭാരമുള്ള തൊഴിലുകളൊന്നും തന്നെ ഇവർ ചെയ്യുന്നില്ല. ഓരോരുത്തരും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഓരോന്നും ചെയ്യുന്നു. വിശ്രമസമയം കിടന്നുറങ്ങാതെ TV കാണാനും പ്രാർത്ഥിക്കാനുമായി നീക്കിവെക്കുന്നു. വിവിധ മതത്തിലും ആചാരത്തിലും വളർന്നു വന്നവർ ഒരുമയോടെ ജീവിക്കുന്നു. പരസ്പരം ദുഃഖങ്ങൾ കൈമാറി സിസ്റ്റേഴ്സിന്റെ ത്യാഗപൂർണമായ തലോടലിലൂടെ സന്തോഷകരമായ ജീവിതം. ഒരു വ്യക്തിയുടെ സമഗ്രമായ ഒരു സുസ്ഥിതി, അതാണ് ഞങ്ങൾ അഭിലഷിക്കുന്നത്. ശാരീരിക സുസ്ഥിതിയോടൊപ്പം തന്നെ മാനസിക സുസ്ഥിതി, അതിനാവശ്യമായ മാനസിക ഉല്ലാസത്തിന് തക്കതായ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ചുറ്റുപാടുമുള്ള സന്നദ്ധ സംഘടനകൾ, അടുത്തുള്ള കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമൊക്കെ കുട്ടികളൊക്കെ വന്നെത്തി ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ച് ഇവരോടൊത്ത് സന്തോഷിച്ച് ഉല്ലസിച്ച് കഴിയുന്നത് ഒത്തിരി സന്തോഷകരമാണ്. ഇത് കൂടാതെ വർഷത്തിലൊരിക്കൽ ആരോഗ്യമുള്ള ഈ സഹോദരങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉല്ലാസ യാത്രയ്ക്ക് പോകാറുണ്ട്. ഇത് കൂടാതെ തന്നെ TV-യിൽ പ്രോഗ്രാംസ്, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ്, ഇവർക്ക് ഒത്തൊരുമിച്ച് ചെറുതായി കളിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇത്തരമെല്ലാം ഇവിടെ അനുവദിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ സംരക്ഷിച്ചും പരിചരിച്ചും നല്ല മരണത്തിലേക്ക് നയിക്കുന്നു. പ്രായത്തിന്റെ വിഷമങ്ങളും രോഗങ്ങളുടെ കാഠിന്യവും സിസ്റ്റേഴ്സിന്റെ ശാന്തമായ സ്നേഹപ്രകടനത്തിൽ ഇവർക്ക് മറക്കുവാൻ കഴിയുന്നു. രുചിയോടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും ഇവരിലുണ്ട്. രോഗങ്ങളുടെ കാഠിന്യം കൊണ്ട് വെള്ളവും മരുന്നുകളും കഴിച്ച് മരണം മുന്നിൽ കാണുന്നവർ ദൈവികമായ അനുഗ്രഹത്തോടെ നല്ലൊരു ജീവിതാന്ത്യം കൈവരിക്കുവാൻ പ്രാർത്ഥനയോടെ സിസ്റ്റേഴ്സ് സഹായിക്കുന്നു. ഇവിടേക്ക് കടന്നു വരുന്ന സഹോദരങ്ങളുടെ പൂർണ്ണ ആരോഗ്യമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുക. അതിന് ശരീരത്തിന്റെ മനസ്സിന്റെ സുസ്ഥിതി മാത്രമല്ല, ആത്മാവിന്റെ സുസ്ഥിതി ഏറെ അനിവാര്യമാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതിന്റെ ഫലമായിട്ടാണ് പാലിയേറ്റീവ് കെയർ സെന്റർ ആരംഭിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. അതായത് മരണാസന്നരായ സഹോദരങ്ങളെ പ്രത്യേക പരിഗണന കൊടുത്ത് അവരുടെ ആ അവസാന സ്റ്റേജിലുള്ള അസ്വസ്ഥതകളും ഭാരങ്ങളും ഒക്കെ നീക്കി സ്വസ്ഥമായി മരിക്കാൻ, പ്രത്യേകിച്ച് അവസാന ആ ലാസ്റ്റ് സാക്രമെന്റ് രോഗീലേപനമൊക്കെ കൊടുത്ത് ദൈവത്തിലേക്ക് മനസ്സിനെ തിരിച്ചുകൊണ്ട് ശാന്തമായി ഈ ലോകത്തോട് വിട പറഞ്ഞ് ദൈവതൃക്കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. നമ്മെ നാമാക്കി വളർത്തിയ മാതാപിതാക്കളെ വലിച്ചെറിയാതെ അവരെ സ്നേഹിച്ച് പരിചരിക്കാൻ മക്കൾക്ക് കടമയുണ്ട്. അമ്മയെന്ന് വിതുമ്പിയപ്പോൾ ചേർത്തു പിടിച്ച അമ്മ, ധൈര്യം കൊണ്ട് വളർത്തിയ അച്ഛൻ, ഇവരെ തള്ളിയവരെ അന്വേഷിക്കാതെ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സംരക്ഷിക്കുന്ന ഈ സിസ്റ്റേഴ്സ് നമുക്ക് മാതൃകയാവട്ടെ.